ഹലോ ഗൈസ്, ക്യാപ്റ്റർ ക്രോണിക്കിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇപ്പോൾ മഴയൊക്കെ അല്ലേ, നമുക്ക് വീട്ടിൽ ബോറടിക്കാതിരുന്ന് കാണാൻ പറ്റിയ കുറച്ച് ടോപ്പ് 10 ത്രില്ലർ മൂവീസിനെ കുറിച്ച് ഞാൻ പറയാൻ പോകും. സോ കമ്മിങ് ടു ദ പോയിന്റ്, അത് ഏതൊക്കെയെന്നല്ലേ, വാ ഞാൻ കാണിച്ചു തരാം. ടോപ്പ് 10 വരുന്നത് ജയറാമിന്റെ എബ്രഹാം ഓസ്ലർ. ജയറാം മാത്രമല്ല, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് അപ്പിയറൻസ് കൂടി ഉണ്ട്. അത് ആരാന്നറിയണമെങ്കിൽ നിങ്ങൾ പടം മൊത്തം കാണാം. ഇനി കണ്ടവരുണ്ടെങ്കിൽ പറയാൻ നിൽക്കണ്ട. ടോപ്പ് 9 വരുന്നത് മലയാളത്തിലെ എപ്പോഴും മികച്ച കോംബോ ആയ ബിജുമേനൻ ആസിഫ് അലിയുടെ തലവൻ. അടുത്ത ടോപ്പ് 8 8ാമത്തെ ചിത്രം ആനന്ദ് ശ്രീബാല. ഹരിശ്രീ അശോകന്റെ മകനായ അർജുൻ അശോകൻ നായകനായി വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ് ആനന്ദ് ശ്രീബാല. അടുത്തത് 7ാമത്തെ ചിത്രം ഒരു അമൽ നീരദ് പടം. കുഞ്ചാക്കോ ബോബൻ ജ്യോതിർമയി മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവി ബോഗൻവില്ല. അടുത്തത് 6ാമത്തെ ചിത്രം സൂക്ഷ്മദർശിനി. നമ്മുടെ കൂടെ എപ്പോഴും സൂക്ഷ്മമായി ദർശിക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പടമാണ് സൂക്ഷ്മദർശിനി. ബേസിൽ ജോസഫ്, നസ്രിൻ നസീമാണ് ലീഡ് റോൾസ് ആയിട്ട് അതിൽ വരുന്നത്. അടുത്തത് 5ാമത്തെ ചിത്രം റൈഫിൾ ക്ലബ്. ദിലീഷ് പോത്തൻ, സുരഭി ലക്ഷ്മി, ദർശന രാജേന്ദ്രൻ, ഡാൻസർ റംസാൻ, പിന്നെ വിജയരാഘവൻ, അങ്ങനെ നിരവധി ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും പറയുന്നത് തന്നെ വീഡിയോ തികയില്ല. സോ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. കുറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ ഒരുപാട് കാസ്റ്റിംഗ് വെച്ചിട്ട് ചെയ്ത ഒരു പടമാണ് റൈഫിൾ ക്ലബ്ബ്. സോ അതിലാരുടെ പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമന്റ് ചെയ്യുക. അടുത്ത ടോപ്പ് 10 4ാമത്തെ ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും. ടോവിനോ തോമസ് നായകനായി വരുന്ന ഒരു ക്രിഡിലൻ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. അടുത്തത് 3ാമത്തെ ചിത്രം മഞ്ഞുമൽ ബോയ്സ്. മലയാളത്തിലെ ജയറാമിന്റെ മാളൂട്ടി സിനിമ കഴിഞ്ഞിട്ടുള്ള അടുത്ത മികച്ച ഒരു സർവൈവൽ ത്രില്ലറാണ് മഞ്ഞുമൽ ബോയ്സ്. ശ്രീനാഥ് ബാസി, സൗബിൻ, ബാലു വർഗീസ്, ഗണപതി, അങ്ങനെ നിരവധി പേര് അഭിനയിച്ച ഒരു കിഡിലൻ സർവൈവൽ ത്രില്ലർ മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുള്ളൂ. അടുത്ത 2ാമത്തെ ചിത്രം, അതിനുമുമ്പ് ഞാൻ പറയട്ടെ, 2025 ആസിഫ് അലിയുടെ രേഖാചിത്രമാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. പക്ഷേ 2024 ആസിഫ് അലി മിക്ക പടങ്ങളും തൂക്കിയിട്ടുണ്ട്. അതിലൊരു പടമാണ് ആസിഫ് അലിയുടെയും വിജയരാഘവന്റെയും കിഷ്കിണ്ടാകാന്തം. പലരും ആസിഫ് അലിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഫ്ലോപ്പാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2024 പടങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് ആസിഫ് അലിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ടോപ്പ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ആൻഡ് ഹിയർ കംസ് ദ ഫൈനൽ ടോപ്പ് 10 ഫസ്റ്റ് മൂവി, ഉണ്ണിമൂതന്റെ മാർക്കോ. വയലൻസ് കണ്ട ഇഷ്ടപ്പെടാത്തവർ കാണണ്ട, പിന്നെ ചോര കണ്ട തലകറങ്ങി വീഴുന്നവരും കാണണ്ട, കുട്ടികളെ ഒട്ടും കാണിക്കണ്ട. അല്ലാത്തവർക്ക് കിടിലൊരു എക്സ്പീരിയൻസ് തരുന്ന മൂവിയാണ് മാർക്കോ. മാളികപ്പുറത്തിന് ശേഷം ഉണ്ണിമൂന്നന്റെ ഒരു മികച്ച ഒരു ആക്ടിങ് ആയുള്ള ഒരു പടമാണ് മാർക്കോ. അതിൽ ഫസ്റ്റ് ഹാഫ് വരെ പടം ഒരു നോർമൽ രീതിയിലായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. സെക്കൻഡ് ഹാഫ് മുതൽ പടം അങ്ങാട് മാറി. അതിൽ വില്ലന്റെ ഒരു ചിരി, ആ ചിരിയോടെ പടം മൊത്തത്തിൽ അങ്ങാട് തൂക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അതിലെ വില്ലന്റെ ക്യാരക്ടറാണ് സൈറസ്. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ ടോപ്പ് ത്രില്ലേഴ്സ്. അപ്പൊ ഈ പടങ്ങളെല്ലാം കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വന്നിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള മൂവി അപ്ഡേറ്റ്സുമായി ഞാൻ ഇനിയും വരും. ടിൽ ദെൻ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.